മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് സ്പോർട്സ് കൗൺസിലിന്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് പരിശീലകനെതിരെ പോക്സോ കേസ്. മുഹമ്മദ് റിഷാഖ് എന്ന ആൾക്കെതിരെയാണ് കേസ്. പരാതിയുമായി പെൺകുട്ടികൾ രംഗത്തെത്തുകയായിരുന്നു. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് ഇപ്പോൾ മലപ്പുറത്തുനിന്ന്. വിപിൻ, വിവരങ്ങൾ. ഉന്മേഷ്, മുഹമ്മദ് നിഷാഖിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ വർഷം 2024 തുടക്കം മുതൽ ഒരു ഡിസംബർ കാലയളവിന്റെ ഇടയിൽ ഈ പരിശീലിപ്പിക്കുന്ന പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു അടിസ്ഥാനമുള്ളത്. ഈ പെൺകുട്ടികൾ ആദ്യം ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന് പരാതി നൽകുന്നു. അസോസിയേഷൻ അത് CWCയിലേക്ക് കൈമാറുന്നു. ഇങ്ങനെ CWCയിൽ നിന്ന് ആദ്യം കോട്ടക്കൽ പോലീസിന് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകുകയായിരുന്നു. കോട്ടക്കൽ പോലീസിന്റെ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ പെൺകുട്ടികളുടെ മൊഴി എടുത്തു എന്നുണ്ടെങ്കിലും പിന്നീട് അതിൽ കഴമ്പില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നത്. അത് ഈ കുട്ടികളുടെ മൊഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിനുശേഷം ഈ കോട്ടക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് പെൺകുട്ടികൾ തന്നെ പരാതിയുമായി വരികയും വീണ്ടും മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസിന് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. അത്തരത്തിൽ മൊഴിയെടുത്തപ്പോൾ അതിലവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇങ്ങനെ പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ തേഞ്ഞിപ്പലം പോലീസ് ഈ പരിശീലകനെതിരെ FIR ഇട്ടിരിക്കുന്നത്. അന്ന് കഴിഞ്ഞ വർഷം ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.